എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിധു ഹരിദാസ്. ഞാൻ സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ വെൽനസ് പ്രൊമോട്ടർ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് കേൾക്കുമ്പോൾ നമുക്കറിയാം എല്ലാവരും സ്ട്രെസ് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാരും വയസ്സായ ആൾക്കാരും വരെയും ഈ സ്ട്രെസ്സിനെ പറ്റി പറയുന്നുണ്ടല്ലേ. എന്താണ് സ്ട്രെസ്? ബോഡിയുടെ ഒരു റിയാക്ഷനാണ്. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റലി നമ്മളുടെ ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങൾക്ക് ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിലുള്ള വയ്യായകളും അസുഖങ്ങളും ഒക്കെ വന്ന് നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സിനെ കണ്ട് കുറേ നാൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താലും നമ്മുടെ ശരീരത്തിൽ ആ പറയുന്ന വയ്യായയ്ക്ക് ഒരു കുറവ് കാണാത്ത പല കേസസും കാണാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഉള്ളിലൊരു സ്ട്രെസ് ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും നമ്മുടെ അസുഖം മാറാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. കാരണം സ്ട്രെസ്സ് കുറേ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടുപോകും. എന്താണ് സ്ട്രെസ്സ്, എന്തൊക്കെ ടൈപ്പ് സ്ട്രെസ് ഉണ്ട്, എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കണേ എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. സ്ട്രെസ്സുകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് കൺട്രോൾ സ്ട്രെസ്സും ഒന്ന് ക്രോണിക് സ്ട്രെസ് എന്ന് പറയും. കൺട്രോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് സ്ട്രെസ്സ് നമുക്ക് ആവശ്യമാണ്. അതായത് നല്ല രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിൽ ഇപ്പം നല്ല രീതിയിലൊന്ന് എക്സസൈസ് ചെയ്ത് നമ്മൾ ബോഡി ബിൽഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴും അപ്പോൾ ബോഡിയിലൊരു ചെറിയ സ്ട്രെസ് ഉണ്ട്. അതൊരു പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കുഴപ്പമില്ലാണ്ട് ആ ഒരു ഗോൾ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്ട്രെസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ചിലപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ അതൊരു നല്ല രീതിയിൽ ഫോളോ ചെയ്ത് അതിനകത്ത് സന്തോഷം കൊണ്ടിട്ട് തന്നെ ചെയ്യണതാണ്, അല്ലാണ്ട് ടെൻഷനിൽ ചെയ്യണതല്ല. അങ്ങനെ വരുമ്പോഴും ആ ഒരു സ്ട്രെസ് നല്ല. അതേപോലെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതാനായിട്ട് നല്ല രീതിയിലുള്ള സ്ട്രെസ്സും ഉണ്ട്, നമുക്ക് ടെൻഷൻ എടുത്തുള്ള സ്ട്രെസ്സും ഉണ്ട്. ഈ സ്ട്രെസ് ഒരു പരിധി വരെ നമുക്ക് നല്ലതാണ്. ക്രോണിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബ്രെയിൻ എന്തിനെയോ പേടിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ വേറൊരു മോഡിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഒരു അൺസർട്ടനിറ്റിയെ കൊണ്ടുവരികയാണ്. അത് നിലനിർത്തുന്ന ഒരവസ്ഥ, അതാണ് ക്രോണിക് സ്ട്രെസ്സ്. അപ്പോൾ ഈ ക്രോണിക് സ്ട്രെസ് അധികമായാൽ അത് നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. ഈ ക്രോണിക് സ്ട്രെസ്സിനെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു വേർഡ് കേട്ടിട്ടുണ്ട്, ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന്. അതായത് അതിനെ നമ്മൾ അക്യൂട്ട് സ്ട്രെസ് റെസ്പോൺസ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ട്രിഗർ ചെയ്യുക, എന്തോ ഒരു ഡേഞ്ചർ വന്നിട്ടുണ്ടെന്ന് ബ്രെയിനിന് മനസ്സിലാവുകയാണ്. എന്തോ ഒരു ഡേഞ്ചർ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട്, അതല്ലെങ്കിൽ ഫിസിക്കലാവാം അല്ലെങ്കിൽ ഇമോഷണൽ ആവാം, എന്തോ ഒരു പ്രശ്നം വന്നിട്ട് നമ്മുടെ ബോഡി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളെ അതിൽ നിന്ന് ഓവർകം ചെയ്യാനോ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ആയിട്ട് നമ്മുടെ ബോഡിയെ സെറ്റ് ചെയ്യാണ്, മെൻ്റലിയും ഫിസിക്കലിയും. അതിന് മറ്റേ എവല്യൂഷണറി സർവൈവൽ മെക്കാനിസം എന്ന് പറയും. കാരണം പണ്ടത്തെ കാലത്ത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അവർ ആ ഏൻഷ്യൻ ടൈംസിൽ അവരുടെ ചില വൈൽഡ് ആനിമൽസിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴോ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി തന്നെ പ്രിപ്പയർ, അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഉള്ളിൽ. പക്ഷെ അത് ആവശ്യത്തിനും എമർജൻസിക്കും മാത്രമാണ് വരുന്നത്. ഒരു എമർജൻസി മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള സമയത്ത് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യണതാണ്. ഇത് ഈ ഒരു കണ്ടീഷനിലേക്ക് ബോഡി വരുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ്ഫുൾ ഫീലിംഗ് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാണ്, കോർട്ടിസോളും അഡ്രലിനും ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് എന്താ നമ്മുടെ ബോഡി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂട്ടുകയാണ്, BP കൂട്ടണം, ബ്രീത്തിങ് ഭയങ്കര ഫാസ്റ്റ് ആക്കുകയാണ്, മസിൽസിനെ ഭയങ്കരമായിട്ട് ടൈറ്റൻ ചെയ്യണം, ടെൻസ് ആക്കണം, ഡൈജഷൻ സ്ലോ ആവണം, ബ്ലഡ് ഷുഗർ ഭയങ്കരമായിട്ട് റൈസ് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ബോഡിയുടെ എല്ലാ ആക്ടിവിറ്റീസും പതുക്കെ നിർത്തിയിട്ട് നമ്മുടെ എല്ലാ എനർജിയും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള ആ ഒരു ആക്ഷനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാണ്. ആ ഒരു അവസ്ഥയിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഒരു അവസ്ഥ നമ്മുടെ മെൻ്റൽ സ്ട്രെസ് വരുമ്പോഴും അത് തന്നെ ഉണ്ടാവുന്നത്. അതായത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ജോലിയിൽ നമ്മുടെ ട്രാഫിക്ക് കിടക്കുമ്പോൾ നമ്മൾ ആൾക്കാരായിട്ട് വഴക്കൂടുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു ബോഡിയിലെ മാറ്റം എന്ന് പറയുന്നത് ഇതേ ഒരു കണ്ടീഷനാണ്. ഈ ഒരു സിസ്റ്റം ഓണായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ? നമ്മുടെ ഫുൾ ബോഡിയിൽ അതിനെ പല രീതിയിൽ എഫക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യം. വേണ്ടാത്ത ഹോർമോൺ, അതായത് എപ്പോഴും വന്നുകൊണ്ടൊരു ഹോർമോൺ ഇരുന്നാൽ അത് ശരീരത്തിന് ദോഷം ചെയ്തുകൊണ്ടിരുന്നാൽ അതെങ്ങനെയാണെങ്കിലും ശരീരത്തിന് എല്ലാ രീതിയിലും നമുക്ക് ഇൻഫ്ലമേഷൻസും പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മൾ പോകും. കോസസ് ഓഫ് സ്ട്രെസ് എന്തൊക്കെയാണ്? ജോലി, പൈസ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഹെൽത്ത്, റിലേഷൻഷിപ്സ്, ഫാമിലി, വൈഫ്, കുട്ടികൾ, ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, ഉറക്കമില്ലായ്മ, പാരൻറ്റിങ് വലിയൊരു സ്ട്രെസ്സുള്ള കാര്യമാണ്, ജോബ്, നമ്മുടെ ഓരോരുത്തരുടെയും ജോലി, പേഴ്സണാലിറ്റി ഇഷ്യൂസ്, പല കുറവുകളും നമ്മളെ വലിയ സ്ട്രെസ്സിലേക്ക് എത്തിക്കാറുണ്ട്. അങ്ങനെ 100 കണക്കിന് റീസണാണ് സ്ട്രെസ്സ് വരാനുള്ള കാരണങ്ങൾ. ബോഡി സ്ട്രെസ്ഡ് ആയെന്ന് നമ്മളെങ്ങനെ അറിയാം? നമ്മുടെ BP ഷൂട്ടപ്പം നമുക്ക് ഹാർട്ടിന് ഇഷ്യൂസ് വരിക,
എപ്പോഴും ഇമ്മ്യൂണിറ്റി ലോസ് ഉണ്ടാവുക, ആങ്സൈറ്റി, ഡിപ്രഷൻ, പിന്നെ ഒരു എനർജി ഡ്രോപ്പ് ഉണ്ടാവും, പല ടൈപ്പ് ഓഫ് അസുഖം, അതായത് ക്യാൻസർ, ഡയബറ്റിക്, അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മുടെ ബോഡി പോവുക. അതിന് സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മുടെ ബോഡി കാണിക്കുക? ഒന്ന് ഉറക്കമില്ലായ്മ, ഭയങ്കര തലവേദന പോലത്തെ ഇഷ്യൂസ്, എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വറി ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും അതിനകത്ത് ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും, ഭയങ്കര ടയേർഡ്നെസ്, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കുക. എപ്പോഴും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ഈ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മൾ അതിനൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് താളം തെറ്റി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സ്ട്രെസ്സ് വരും. സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറേ ഹോർമോൺസിന് ഇതിന് വലിയ പങ്കുണ്ട് സ്ട്രെസ്സ് വരുമ്പോൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ്സ് വരുമ്പോൾ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പോകും. അപ്പോൾ ബ്രെയിൻ റിലീസ് ചെയ്യുന്നൊരു ഹോർമോണാണ് കോർട്ടിസോൾ. ഇത് നമ്മുടെ BP കൂട്ടും, നമ്മുടെ മെമ്മറി ലോസ് അല്ലെങ്കിൽ മെമ്മറി കുറയ്ക്കും, അതേപോലെ ഇമ്മ്യൂണിറ്റി എഫക്റ്റഡ് ആക്കും. ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, നമ്മൾ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത്. അതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയും. അതായത് നമുക്കൊരു നല്ല ഫീൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളുടെ ബോഡിയിൽ ഈ വേണ്ടാത്ത ഹോർമോണായ കോർട്ടിസോൾ വരുമ്പോൾ ഈ ഓക്സിറ്റോസിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. മാർക്കറ്റിൽ പല രീതിയിലുള്ള സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഡ്രഗ്സ് പലതും അവൈലബിൾ ആണ്. അതിന് ഭയങ്കരമായിട്ട് അഡിക്ഷൻസ് ഉണ്ട്, കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. ഓൺ ദ ലോങ് റൺ പല രീതിയിലുള്ള നമ്മുടെ ഓർഗാൻ ഡാമേജസ് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ സ്ഥിരം കാണാറുണ്ട്. അപ്പോൾ ഇതിന് പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ടോളറൻസ് ശക്തി കൂട്ടുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതിനെ സപ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പല ഡ്രഗ്സ് കഴിക്കുമ്പോൾ പല രീതിയിൽ അഡിക്റ്റഡ് ആയിട്ട് എല്ലാ ഓർഗാൻസിനെയും എഫക്റ്റഡ് ആവാനുള്ള നമ്മുടെ ബോഡി കണ്ടീഷൻസിനെയും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാവുന്ന ഒരു വണ്ടർഫുൾ കോമ്പിനേഷനാണ് ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആയുഷ് മിനിസ്ട്രി സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ഓഫ് ഹെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ യുണീക്കായിട്ടുള്ള, ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട്, യാതൊരു ഓർഗാൻ ഡാമേജോ അഡിക്ഷനോ ഇല്ലാണ്ട് ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് സപ്ലിമെൻറ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വന്നേക്കണ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അശ്വഗന്ധ അമുക്കുരം എന്ന് നമ്മൾ പറയും. ഇത് ഡയറക്റ്റ്ലി ഒരു ബ്രെയിൻ ടോണിക്കായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരെണ്ണമാണ്. അത് ഡിപ്രഷൻ ലോ ചെയ്യാനും, ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കാനും, ആങ്സൈറ്റി ലോവർ ചെയ്യാനും, കോർട്ടിസോളിൻ്റെ ലെവൽ കുറയ്ക്കാനും, അറ്റൻഷൻ ലെവൽ കറക്റ്റാക്കാനും, ബ്ലഡ് ഷുഗർ ലെവലിനെ നോർമലൈസ് ചെയ്യാനും, ആയുസ് കൂട്ടാനുമായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അശ്വഗന്ധ. പിന്നത്തെ ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെർബാണ് തുളസി. തുളസി എന്ന് പറയുന്നത് വളരെ സ്ട്രെസ് ടോളറൻസ് ശക്തി കൂട്ടാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യണതാണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, മൈൻഡ് സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ നല്ലതാണ്, ആൻറ്റി ഇൻഫെക്ഷ്യസ് ആണ്. പിന്നെ വരുന്നത് ഗുഡ്ചി എന്ന് പറയുന്നത് ചിറ്റമൃതം എന്ന് പറയും. അത് നമ്മുടെ ഹാർട്ട് ഫങ്ഷനെ സ്ട്രെങ്തൻ ചെയ്യാനും ബോഡി മൈൻഡിൻ്റെ ആ ഒരു കോർഡിനേഷൻ സ്ട്രെങ്തൻ ചെയ്യാനും വളരെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി കൂട്ടാൻ നല്ലതാണ്, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വളരെ നല്ലതാണ്. പിന്നെ വരുന്നത് പിപ്പലി എന്ന് പറയുന്നത് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏതൊരു ഇൻഗ്രീഡിയൻ്റ് ആണോ അതിൻ്റെ ഗുണങ്ങളെ ഇരട്ടിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെർബാണ് പിപ്പലി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 4 ഹെർബും കൂടെ ചെയ്യുന്ന കാര്യം ദഹനം, ഹൃദയത്തിൻ്റെ ഫങ്ഷനിങ്, ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്, എല്ലാ ഇമ്മ്യൂണിറ്റി കൂട്ടാനും എല്ലാത്തിനും കൂടിയായിട്ട് ഈ 4 ഹെർബ്സും കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് നിന്ന് വർക്ക് ചെയ്യണം. ഇത് ഒരിക്കലും മെൻ്റൽ ഡിസോർഡേഴ്സിനുള്ള മരുന്നല്ല, ഇതൊരു ഫുഡ് സപ്ലിമെൻറ്റ് മാത്രമാണ്. ഇതിന് സിമിലറായിട്ട് ഒരു പ്രോഡക്റ്റും ഇന്ന് മാർക്കറ്റിലില്ല. ഇത് ആർക്കൊക്കെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ഒരു അൺക്ലിയർ അല്ലാണ്ട് തോന്നുന്നുണ്ട്, നമ്മുടെ ആക്ഷൻസൊക്കെ വളരെ സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എപ്പോഴും ഹെഡേക്ക് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഭയങ്കര വറീഡ് ആവുക, അല്ലെങ്കിൽ BP എപ്പോഴും ഹൈ ആയിട്ടിരിക്കുക, ഒരു ഗിഡ്നെസ് വരിക, എപ്പോഴും ടയേർഡ്നെസ് ഫീൽ ചെയ്യുക, ഉറക്കം കുറയുക രാത്രി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്വാസം കിട്ടാണ്ട് ഒരു ബ്രെത്ത്ലെസ്നെസ് വരിക, പിന്നെ ടെൻഷൻ വരുമ്പോൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ശീലമുണ്ട് ആൾക്കാർക്ക്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഫൈറ്റ് സ്ട്രെസ് എന്നുള്ള വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം PHYT എന്നാണ്. അതായത് പ്ലാന്റ് ബേസ്ഡ് ആണ്. PHYT എന്ന് പറഞ്ഞാൽ ഫൈറ്റോ ന്യൂട്രിയൻറ്റ് എന്നുള്ള മീനിങ് ആണ്. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ കോമ്പിനേഷൻ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ടുള്ളതായിട്ടാണ് ഈ ഫൈറ്റ് സ്ട്രെസ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ പവർഫുൾ ആയിട്ടുള്ള നല്ല നാച്ചുറൽ ഹെർബ്സ് ആയിട്ടുള്ള, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാണ്ട്, ഒരു അഡിക്ഷനും ഇല്ലാണ്ട്, ഒരു രീതിയിലും ഓർഗാൻ ഡാമേജ് ഉണ്ടാക്കാത്ത നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഫൈറ്റ് സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അത് 12 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് മുതൽ യൂസ് ചെയ്യാം. അത് ഏത് ഏജ് വരെ യൂസ് ചെയ്യാം. രാത്രി നേരത്ത് ആഫ്റ്റർ ഫുഡ് ഒരു ടാബ്ലറ്റ് വെച്ച് കഴിക്കാവുന്നതാണ്. സോ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ മാനേജിങ് സ്ട്രെസ്.
താങ്ക് യു.